ചലച്ചിത്ര താരങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നടി മാളവിക മേനോനാണ് ഈ സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയൊരു ഇര. നടി മാളവിക മേനോനെ അപമാനിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടപ്പള്ളി സ്വദേശി ശ്യാം മോഹനെയാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് സ്വദേശി ശ്രീജിത്ത് രവീന്ദ്രനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. പൂവൻകോഴി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു വ്യാജ പ്രചരണം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നടി മാളവിക മേനോനെ ഈ പൂവൻകോഴി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അപമാനിക്കുന്നു, വ്യാജ പ്രചരണം നടത്തുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതി പിടിയിലായിട്ടുണ്ട്. രണ്ടാം പ്രതിയും പിടിയിലായി. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റിലാകാനുണ്ടോ? എത്ര പേരാണ് ഈ കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത്? ഡാനി, അതില് ഈ നടി മാളവിക മേനോനെതിരെ തുടരുന്ന ഈ സൈബർ അറ്റാക്ക് പലപ്പോഴും തന്നെ അവരും സൈബർ ലോകത്ത് വളരെ സജീവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർക്കെതിരെ തന്നെ പലപ്പോഴും തന്നെ ഇത്തരം ഈ സൈബർ ഇടങ്ങളിൽ പലപ്പോഴും അശ്ലീല കമന്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അത് ഒരു പരിധി വിട്ടപ്പോൾ അവർ തന്നെ പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നതാണ്. കാരണം ഇത് വളരെ അധികമാകുന്നു. ആർക്കും എന്തും പറയാവുന്ന രീതിയിലേക്ക് ഇത്തരം സൈബർ ഇടങ്ങൾ മാറുന്നുണ്ട്. ഒരു പോസ്റ്റ് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഫേസ്ബുക്കിലോ മറ്റോ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാം തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അതിന് താഴെ കമന്റുകൾ ഇടുന്നു. പിന്നെ അത്തരം അവരുടെ ഫോട്ടോസ് ഇവരുടെ ഓരോ പേജുകളിലേക്ക് കൊണ്ടുപോയി അതിൽ മറ്റു ഇതോടുകൂടി ഹെഡ്ലൈനോടുകൂടി പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പല രീതിയിലും അവർക്ക് എതിരെയുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് മാളവിക മേനോൻ തന്നെയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞത്. നല്ല രീതിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു രീതിയിലുള്ള ഒരു കമന്റോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ മറ്റു കാര്യങ്ങളാണ് പലപ്പോഴും സൈബറിടങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പലരും ആ രീതിയിലേക്ക് കാണുന്നു. അവർ അത്തരം ഫോട്ടോകൾ പലപ്പോഴും തങ്ങളുടെ ഫോട്ടോകൾ പോലും മോശമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇതിനെതിരെ അവർ തന്നെ പിന്നീട് പരാതിയുമായിട്ട് തന്നെ രംഗത്ത് വരികയായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ നടക്കുന്ന ഇത്തരം മറ്റ് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന നീക്കങ്ങളെ കാണിച്ചുകൊണ്ടാണ് പരാതി കൊടുത്തത്. അതിലിപ്പോൾ 2 അറസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. നേരത്തെ പാലക്കാട് സ്വദേശിയെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അതിൽ ഇടപ്പള്ളി സ്വദേശിയായ ശ്യാം മോഹനെ കൂടി അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ഇതിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അവരെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ പലപ്പോഴും പോസ്റ്റുകൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് അത് നിരീക്ഷിച്ചുകൊണ്ടാണ് പോലീസ് നടപടി തുടരുകയും ചെയ്യുന്നത്. ഇവരൊരു പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ നടപടികളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ അറസ്റ്റിൽ ഇടപ്പള്ളി സ്വദേശിയായ ശ്യാം മോഹൻ പൂവൻകോഴി എന്ന് പറയുന്ന ഒരു പേജിലൂടെയാണ് ഇവർക്കെതിരെയുള്ള ഒരു അധിക്ഷേപം കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയത്. ഇപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ പലപ്പോഴും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ചിത്രങ്ങൾ എടുക്കുകയും പിന്നീട് അതിനൊരു റീച്ച് കിട്ടുന്നതിന് വേണ്ടി പല രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അത്തരമൊരു പ്രവണത വളർന്നു വരുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങൾ തന്നെയും അതിനെ പരസ്യമായി എതിർക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും എതിർക്കാറുണ്ട്. തങ്ങളുടെ സ്വകാര്യത മാനിക്കുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ ഫോട്ടോകൾ എടുത്ത് അവരുടെ പേജിലേക്ക് കൊണ്ടുപോയി മറ്റു രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ വരുന്നു. പല മോശമായ കമന്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇടുന്നു. അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി പലപ്പോഴും എന്തും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൽ ഇപ്പോൾ മാളവിക മേനോൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അറസ്റ്റാണ് ഇതിൽ. ഈ പൂവൻകോഴി എന്ന ഫേസ്ബുക്ക് പേജിന്റെ ആ പേരിന് തന്നെ ഒരു ദ്വയാർത്ഥമുണ്ട്. ഇത് മാളവിക മേനോൻ മാത്രമാണോ ഇവരുടെ ഈ സൈബർ ആക്രമണത്തിന്റെ ഇരകളായിട്ടുള്ളത്? ഈ പേജിലൂടെ, ഈ പൂവൻകോഴി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകളെ അതല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്തുള്ള യുവതികളെയൊക്കെ അപമാനിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രതികൾക്കെതിരെ ഇതിനു മുൻപ് ഏതെങ്കിലും ഇതിലുള്ള കേസുകൾ ഇതിനു മുൻപ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് മുൻപ് നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവരുടെ പേജുകൾ പലപ്പോഴും തന്നെ ഈ രീതിയിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇന്ന് മാളവികയാണ്, നാളെ മറ്റൊരാൾ എന്ന രീതിയിലേക്ക് തന്നെയാണ് പലപ്പോഴും പലരുടെ പേജുകളിലും നമ്മൾ കാണുന്നത്. അതും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ തന്നെയാണ് തിരഞ്ഞെടുപ്പിക്കുന്നത്. അവരുടെ ഫോട്ടോകൾ ചിലപ്പോൾ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തന്നെ അവർ തന്നെ ഇടുന്ന ഫോട്ടോകൾ, അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ, ഇതെല്ലാം തന്നെ ഉപയോഗിച്ചാണ് അവരുടെ പേജുകളിലേക്ക് കൊണ്ടുവരികയും അതിന് ഒരു ഹെഡ്ലൈൻ, അത് ദ്വയാർത്ഥ പ്രയോഗമുള്ള ഹെഡ്ലൈൻ കൊടുക്കുക. അതിലേക്ക് പരമാവധി ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പേജുകൾക്ക്
റീച്ച് ഉണ്ടാക്കുക, അവരൊരു കണ്ടന്റ് ഇതാക്കി മാറ്റുക എന്ന് തന്നെയാണ്. ഈ കണ്ടന്റിനെ കുറിച്ച് തന്നെ മാളവിക തന്നെയാണ് ഇതിനു മുമ്പ് പരസ്യമായിട്ട് പ്രതികരിച്ചിരുന്നത്. കാരണം താൻ ചുരിദാറിട്ട് വരികയാണെങ്കിൽ അത് ഫോട്ടോ എടുത്ത വേറൊരു രീതിയിലാകും, സാരി എടുത്താണെങ്കിൽ കുറച്ചുകൂടി റീച്ച് കിട്ടും എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ ഒരിക്കൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായത്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവർ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് അതിര് വിടുമ്പോഴാണ് കേസ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും ഇത്തരം കണ്ടന്റുകൾ തന്നെയാണ്, ഇത്തരം ഈ ഫോട്ടോസാണ് ഇവരുടെ കണ്ടന്റുകളായി മാറുന്നത് എന്നതാണ് ദൗർഭാഗ്യകരം. അപ്പോൾ ഇവരുടെ പേജുകളിലും ഇതെല്ലാം തന്നെ കാണാൻ കഴിയും. ഇന്നൊരാൾ നാളെ മറ്റൊരാൾ എന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ കൂടുതലായും ഇത്തരം ഒരു അറ്റാക്കുകൾ ഇവർ നേരിട്ടപ്പോഴാണ് ഇവർ പരാതിയുമായിട്ട് വരാൻ വന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി മാളവികയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. തീർച്ചയായും കാരണം മാളവിക മേനോൻ മാത്രമല്ല, ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ചലച്ചിത്ര താരങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ട്. അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അവരുടെ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുക, അതൊക്കെ പലപ്പോഴും കാണാറുണ്ട്. നമുക്കറിയാം, ഇത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. നിലവിൽ രണ്ടുപേർക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ പൂവൻകോഴി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലെ ഈ മാളവിക മേനോനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ, പോസ്റ്റുകൾ അത് ഷെയർ ചെയ്തവർക്കെതിരെയും നടപടി ഉണ്ടാകുമോ? അല്ല, അതിനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ രീതിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ ആ പേജുകൾ ഷെയർ ചെയ്യുക, അതും കുറ്റകരം തന്നെയാണ്. അതും ഈ IT ആക്ടിലെല്ലാം തന്നെ വരുന്നൊരു കാര്യം തന്നെയാണ്. അത് ഒരാൾ ആരാണ് അത് ആദ്യമായി ഇടുന്നു എന്നുള്ളതല്ല, പിന്നീട് അത് പ്രചരിപ്പിക്കുന്നവരും ഈ കുറ്റകൃത്യത്തിൽ സമാനമായ രീതിയിൽ തന്നെ പങ്കാളികളാണ്. അപ്പോൾ അവരെ അപമാനിക്കുന്ന രീതിയിൽ അത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവർ കൂടി ഇതിന്റെ ഒരു പരിധിയിലേക്ക് വരും. അതിനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇതുവരെ 2 അറസ്റ്റാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിൽ ഇനി ഒരു കേസിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൽ കൂടുതൽ ഇത് മോശമായിട്ട് മറ്റുള്ളവർ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലും മോശമായിട്ട് മറ്റുള്ളവർ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും തന്നെ നടപടികൾ എടുക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ IT ആക്ട് പ്രകാരമെല്ലാം തന്നെ അത് പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം നടപടികൾ കർശനമാക്കിയെങ്കിൽ മാത്രമേ ഈ സൈബർ ഇടങ്ങളിൽ ഈ ഒരു അപമാനിക്കുന്ന പ്രവണത അടക്കം കുറയാനായിട്ട് സാധിക്കും. ഇത് അപമാനിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയാണ് പലപ്പോഴും ഇവരുടെ ഈ ചിത്രങ്ങളും അടക്കം പോസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ കൂടുതലായിട്ട് തന്നെ മാറുന്നുണ്ട്. പലപ്പോഴും നടികൾ തന്നെ അതിന്റെ ഇരയായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതിനെതിരെയുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ പരാതി പറയാൻ തയ്യാറായിരിക്കുന്നു എന്നത് തന്നെയാണ്. അതുപോലെ കൂടുതൽ പരാതികൾ ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരു നടപടികൾ കർശനമായും എടുക്കേണ്ട ഒരു മേഖലയായിട്ട് ഈ സൈബർ ഇടങ്ങൾ മാറുന്നുണ്ട്. ടോം, തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ചലച്ചിത്ര താരങ്ങൾ പരാതിയുമായി മുന്നോട്ട് വരാറില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സൈബർ ആക്രമണങ്ങൾ പെരുകുകയും ചെയ്യുന്നത്. പക്ഷേ മാളവിക മേനോൻ പരാതിയുമായി മുന്നോട്ട് വരുന്നു. 2 പേർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആലപ്പുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവ് ബന്ധുക്കളുടെ മർദ്ദനമേറ്റു കൊല്ലപ്പെട്ടു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.